ഞങ്ങൾ വീണ്ടും വെൺമണി കല്യാത്ര ജംഗ്ഷനിൽ വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് നിങ്ങളോടല്ലേ വെൺമണിക്കാരോട് പ്രത്യേകമായിട്ട് ഞാനൊരു സോറി പറയുകയാണ്. കാരണം ഓണത്തിന് മുന്നേ ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒത്തിരി ആൾക്കാർ ഞങ്ങളെ വിളിച്ച് എന്ന് വരും എന്ന് ചോദിച്ചുകൊണ്ട്, പക്ഷേ എനിക്ക് അന്നൊന്നും വരാൻ പറ്റിയില്ല. മോനെ ട്രീറ്റ്മെൻറ്റിന് പോയി. അത് കഴിഞ്ഞ് പിന്നെ കുറേ ഓർഡറുകളും കാര്യങ്ങളും ഒക്കെ കിട്ടി. ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ എനിക്ക് വരാൻ പറ്റിയില്ല. ഇപ്പോഴാണ് എനിക്ക് വരാൻ പറ്റിയത്. പിന്നെ കോതമംഗലം പള്ളിയിൽ പോകണമായിരുന്നു. അത് ഒരു 2-3 ആഴ്ചത്തെ ശരിയാക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വരാൻ പറ്റാഞ്ഞത്. ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് 4 മണി വരെ കാണും. പിന്നെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച ദിവസമാണ് ഞങ്ങൾ വീണ്ടും വരുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അച്ചാർ വാങ്ങിച്ചും ഞങ്ങളെ അല്ലാതെ സാമ്പത്തികമായിട്ടും ഒക്കെ ഒരുപാട് ആൾക്കാർ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 ആൾക്കാർ എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ കുറേ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തരാൻ, എൻ്റെ ഡ്രസ്സിൻ്റെ കളറും എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തരാനും, അതുപോലെ തന്നെ എൻ്റെ വോയിസ് കേട്ടാലേ പൈസ തരത്തുള്ളൂ. അങ്ങനത്തെ പൈസകളൊന്നും എനിക്ക് വേണ്ട. എൻ്റെ ലോകം എന്ന് പറയുന്നത് ഞങ്ങൾ 3 പേരും അടങ്ങുന്നതാണ് ഞങ്ങളുടെ ലോകം. അതിനപ്പുറം വേറൊരു ലോകം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്നോട് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. അതെനിക്ക് ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഒത്തിരി ആൾക്കാർ ഞങ്ങളെ സഹായിച്ചു. ഒരുപാട് ആൾക്കാർ ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളുടെ അച്ചാർ വാങ്ങിച്ചു തന്നു. അതിനേക്കാളും ഉപരി ഒരുപാട് ആൾക്കാർ സാമ്പത്തികമായിട്ട് ഞങ്ങളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് തന്നെ അനാവശ്യമായിട്ടുള്ള രീതിയിലൊന്നും പറയരുത്. പിന്നെ നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്ന അച്ചാർ എന്ന് പറഞ്ഞാൽ അച്ചാർ പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അരിയുണ്ട, അവലൂസ് പൊടി, ചമ്മന്തിപ്പൊടി, പിന്നെ വെളുത്തുള്ളി കാന്താരി, വെളുത്തുള്ളി അച്ചാർ, ഈന്തപ്പഴം, പിന്നെ ഓമയ്ക്ക അച്ചാർ, നെല്ലിക്ക, നാരങ്ങ, പിണ്ടി അച്ചാർ, മാങ്ങ, പാവയ്ക്ക, ഇത്രയും ഐറ്റംസ് നമ്മൾ ഇന്നിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണെങ്കിൽ പിന്നെ നമ്മുടെ ബീട്രൂട്ട് കൊണ്ടുണ്ടാക്കിയ പക്കാവടയാണ്. അത് 50 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇതും കൊണ്ടുവന്നിട്ടുണ്ട്. വീട്ടിൽ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന സാധനമാണ്. അവലൂസ് പൊടിയാണ്, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാകട്ടെ. 50 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ അരിയുണ്ട ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ഒന്നാന്തരം അരിയുണ്ടയാണ്. ചുമന്ന അരി കൊണ്ടുള്ള ഉണ്ടാക്കിയ അരിയുണ്ടയാണ്. അതിന് 50 രൂപ റേറ്റ്. പിന്നെ നമ്മളെന്ന് പറയുക ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ട്. ചമ്മന്തിപ്പൊടിയും വീട്ടിലുണ്ടാക്കിയത് തന്നെ, ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. 150 രൂപയാണ്. 150 ഗ്രാമാണിത്. അതിന് 150 രൂപയാണ് റേറ്റ്. അച്ചാർ പാവയ്ക്ക അച്ചാറാണേ. അത് 75 രൂപയാണ് റേറ്റ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ മാങ്ങ, പിണ്ടി 75 രൂപയാണ്. പിണ്ടി അച്ചാർ അത് ആരും അങ്ങനെ ഇട്ടിട്ടില്ല. പക്ഷെ സൂപ്പർ സാധനമാണ് കേട്ടോ ഇത്. ഞങ്ങൾ കുറേയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ ഇത് നാരങ്ങ പിന്നെ എല്ലാവരും കഴിച്ചിട്ടുള്ള സാധനമല്ലേ. നമ്മൾ ഈ വാഴപ്പിണ്ടി അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വാഴ വെട്ടിയെടുത്തിട്ട് അതിൻ്റെ ആ പുറത്തുള്ള തോല് മൊത്തം കളഞ്ഞേം വെച്ച് നമ്മൾ തോരൻ വെക്കാനൊക്കെ വാഴപ്പിണ്ടി എടുക്കുന്ന രീതിയിൽ എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിനകത്ത് അച്ചാറിൻ്റെ ഐറ്റംസ് എല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് വാഴപ്പിണ്ടി അച്ചാർ. പിന്നെ ഇതെന്ന് പറയുന്ന ഓമയ്ക്ക അച്ചാറാണ്. അധികാരം ഇട്ട് കണ്ടിട്ടില്ല. ഞാൻ ആദ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കി എങ്ങനെയുണ്ട്, കൊള്ളാമോന്ന്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ഓമയ്ക്ക നല്ല പച്ച ഓമയ്ക്ക പറിച്ച് കൊണ്ടുവന്നിട്ട് അച്ചാറിട്ടതാണിത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 75 രൂപയാണ്. പിന്നെ അടുത്തത് ഈന്തപ്പഴം അച്ചാർ, അതിന് 100 രൂപയാണ്. ഇത് പിന്നെ വെളുത്തുള്ളി അച്ചാർ, വെളുത്തുള്ളി ചുമപ്പ്. പിന്നെ ഇത് എൻ്റെ ഏറ്റവും ഫേവറായ വെളുത്തുള്ളി കാന്താരി. ഇത് ഭയങ്കര ചിലവാണ് എനിക്ക്. എവിടെ ചെന്നാലും ഏറ്റവും കൂടുതൽ ചിലവായി പോകുന്ന അച്ചാറാണ് വെളുത്തുള്ളി കാന്താരി. പിന്നെ നമ്മുടെ കയ്യിൽ ഈ അച്ചാറുകൾ കൂടാതെ മീനും ബീഫും എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഏത് മീനും പറഞ്ഞാൽ ചെയ്തു തരും. ഓൺലൈൻ ആയിട്ട് അയച്ചു കൊടുക്കുന്നുമുണ്ട്. നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് കുറേ ആൾക്കാർ ഞങ്ങളോട് ചോദിച്ചു, എന്തിനാ ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് വെയിലത്തിരുത്തി അച്ചാർ ചെയ്യുന്നതെന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ട ഒരു അച്ചായൻ, വെണ്ണിക്കുളത്തുള്ളതാണ് അച്ചായനാണെങ്കിൽ ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നതാണ് ഈ കുട. അതിനേക്കാളും ഒക്കെ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ മോന് ഫുഡ് കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കടകളിലൊക്കെ കൊണ്ടുപോയി നല്ല രീതിയിലുള്ള കടകളിൽ കയറിയാലേ എൻ്റെ മോന് ഫുഡ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് അച്ചായൻ മനസ്സിലാക്കിയിട്ട് ഞങ്ങളുടെ മോനെ കിടത്താൻ വേണ്ടിയിട്ട് ഒരു കട്ടിലടക്കമാണ് അച്ചായൻ മേടിച്ചത്. ഈ കുട മാത്രമല്ല, അച്ചായനെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ചേർന്നിട്ടാണ് മേടിച്ചു തന്നത്.
പക്ഷെ അതെന്ന് പറയുന്നത് ഞങ്ങളെ ഏറ്റവും ഞെട്ടിച്ച കാര്യം അതാണ്. ആ കട്ടിൽ എൻ്റെ മോനെ നല്ല സ്വാതന്ത്ര്യമായിട്ട് കിടത്തി ഫുഡ് കൊടുക്കാനും എടുക്കാനും വേണ്ടിയിട്ട്, അത് നമുക്ക് പോകുന്നിടത്തല്ല ഒരു ബാഗ് തൂക്കിയിട്ടുകൊണ്ട് പോകുന്നത് പോലെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു കട്ടിലാണ് ഞങ്ങൾക്ക് മേടിച്ച് തന്നത് അച്ചായൻ. പ്ലസൻ തോമസ് എന്നാണ് അച്ചായൻ്റെ പേര്. അച്ചായൻ വെണ്ണിക്കുളത്തുള്ളതാണ്. ചെറിയൊരു യൂട്യൂബറാണ് അച്ചായൻ. ഞങ്ങൾക്കാണെങ്കിൽ വേറെ ജോലിയും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്ന ഈ അച്ചാറുമായിട്ട് തന്നെയാണ്. കാരണം വേറെ ഒരു ജോലിക്കും പോകാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ കണ്ടെടുത്തോളം മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങളെ ഇതുവരെയും സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, അച്ചാറുകൾ വാങ്ങിക്കുക.